ക്രാഫ്റ്റ് നമുക്ക് ദീപാവലി സ്പെഷ്യലായിട്ടോ അല്ലെങ്കിൽ ഒരു ഹോം ഡെക്കർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മുട്ടയുടെ ട്രേ ആണ് എടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ആണ്. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ കിട്ടുമല്ലോ, അത് വേണമെങ്കിലും എടുക്കാം. ട്രാൻസ്പെറൻ്റ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇനി ഇതിനെ ഓരോന്നിനെയും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമുക്ക് 6 എണ്ണം കിട്ടും. അപ്പം അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ ആ ഓരോ പീസിനെയും ഒന്നിങ്ങനെ ആ ഒരു കർവ് ഷേപ്പ് മാത്രമായിട്ട് ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മൾ 6 പീസും ഇതുപോലെ എടുത്തിട്ടുണ്ട്. 6 അല്ല, ഇതിൽ കൂടുതൽ നമുക്ക് എടുക്കാം. ഞാനിപ്പം ഈ ഒരു ട്രെയിൽ 6 എണ്ണം ആയതുകൊണ്ടാണ് ഈ 6 എണ്ണം മാത്രം എടുത്ത് കാണിക്കുന്നത്. ഇനി നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ ഡിസൈൻ ഉണ്ടാവും. അപ്പോൾ ആ ഡിസൈനിനനുസരിച്ചിട്ട് നമ്മൾ ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഇപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, നമ്മളൊരു പൂവിൻ്റെ ഷേപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഓരോ ഇതളുകൾ ഇങ്ങനെ കേർവ് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കുറേ ഇതളുകളുള്ള ഒരു പൂവ് നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാത്തിനെയും ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ ഈ താഴെ ഭാഗം ഉണ്ടല്ലോ, ബേസ് വരുന്ന ഭാഗമില്ലേ, അവിടെ നമ്മൾ ഒരു ക്രോസ് ആണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടെ ആയാൽ നമ്മുടെ ഹോം ഡെക്കർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്നല്ലേ, ഇത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു LED ലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓരോ ഫ്ലവറും ഓരോ ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾക്ക് ആമസോണിലൊക്കെ ഫ്ലവർ ലൈറ്റ് ഡെക്കറേഷൻ എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടുന്ന സാധനമാണ് നമ്മളിപ്പോൾ വീട്ടിൽ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയത്. ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയിലുള്ള ലുക്ക് ഇതാണ്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.